ഗായ്സ് അങ്ങനെ ഇന്നത്തെ വീഡിയോയിലാക്കി ഇൻട്രോ എടുക്കാൻ പറ്റില്ല, സോറി. അപ്പോൾ എല്ലാവർക്കും സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറയാന് എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക്ക് ഗൈസ്. ഇത് മുബാറക്ക് എല്ലാവർക്കും. അപ്പോൾ എന്താ പറയുക, നിസ്കാരെല്ലാം കഴിഞ്ഞ് തങ്ങനെ വീട്ടിലെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങൾ എനിക്ക് കാണിച്ചിട്ടുണ്ട്. എൻ്റെ ഹെൽമെറ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോയത്. ഞാൻ ഇതുവരെ അങ്ങനെ ഫുൾ ഫേസ് കവേർഡ് ആയിട്ടുള്ള ഹെൽമെറ്റ് ഞാൻ യൂസ് ആക്കിയിട്ടുണ്ടായിട്ടില്ല. ഇത്ര നാളും ഹാഫായിരുന്നു. നിങ്ങൾ പൊതുവെ എൻ്റെ വീഡിയോയിൽ കാണുന്ന പോലെ ഇപ്പം വീട്ടിലെത്തിച്ചില്ല. ഗൈസ് റൂമിലായപ്പോഴുള്ളത് ഞാൻ വാങ്ങിയിട്ടുള്ള ഹെൽമെറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, എന്നാലും ഞാൻ കാണിച്ചു തരാം. പിന്നെ ഷൂസ് അതുകൊണ്ട് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഇതന്നെ ഞാൻ വാങ്ങിയ ഷൂസ് സ്കെച്ചേഴ്സ്. പിന്നെ ഇതെൻ്റെ ഹെൽമെറ്റ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ആക്ഷൻ പ്രോ. ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. നമുക്ക് ഷൂസ് വലത്തേക്ക് കൂടെ തന്നെ എടുക്കാം. സ്കെച്ചേഴ്സ് ബ്ലാക്ക് ആട്ടോ വാങ്ങി. എങ്ങനെയുണ്ടെന്നുള്ള കമൻറ്റ് ഇടണം ഗൈസ്. സ്കെച്ചേഴ്സിൻ്റെ ഷൂസ് ഇതിൻ്റെ വില ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഗൈസ്. എന്താ പറയുക, അടികാക്കം സ്കെച്ചേഴ്സ്. അതുപോലെ എൻ്റെ ഹെൽമെറ്റും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി മുതൽ വ്ളോഗ് ഒറ്റ മിനിറ്റ് ഗൈസ്. ഇനി മുതൽ വ്ളോഗ് അങ്ങോട്ട് കുറച്ച് മാറ്റങ്ങളുണ്ടാവും. അതിനുള്ളൊരു എന്താ പറയുക, കുറച്ചൊരു മൈനസ് ആയിട്ട് ഉണ്ടാവും, ഒരു നെഗറ്റീവായ ആയിട്ടുള്ള ഇതും ഉണ്ടാവും. എന്ന് വെച്ചാൽ മൊബൈലിനകത്ത് അങ്ങനെ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഇനിയും കുറച്ച് നാളാണിങ്ങനെ മൊബൈലിനകത്ത് ഞാൻ ഷൂട്ട് ചെയ്യും. അപ്പോൾ എൻ്റെ ഹെൽമെറ്റിൽ ഇത് വെക്കുമ്പോൾ കുറച്ച് വൈബ്രേഷൻ ഉണ്ടാവും വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ. അപ്പോൾ ഇൻഷാല്ലാ അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഉള്ളത്. അപ്പോൾ ഒക്കെ ഇനി ഇവിടുന്ന് വെള്ളം കുടിച്ച് നേരെ കുപ്പാനിട്ടില്ല പോകണം. അപ്പോൾ അത് നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ വേഗാൻ്റെ ഹെൽമെറ്റാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായത്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഗൈസ്. ഫുള്ളും ഗ്ലോസി ബ്ലാക്ക് ആയിട്ടുള്ളതാണ് വാങ്ങിയത്. ഇനി ഇതിനകത്തും ഒരു ദിവസം ഇൻഷാല്ലാ സ്റ്റിക്കർ ഒട്ടിക്കും. വേഗ ബാക്കിൽ വിൻഷീൽഡിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ സോറി ഗൈസ്, ഒറ്റയ്ക്കുള്ളൂ വീഡിയോ എടുക്കാൻ, വേറെ ആരുമില്ല ഗൈസ്. സോറി. ഞാനിത് എൻ്റെ ഗ്ലാസ് നിൻ്റെ സ്റ്റിക്കർ നമുക്ക് പറിക്കാൻ ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാനിങ്ങനെ മുട്ടും കുത്തിയിട്ടുള്ളത്. ഓക്കെ നമുക്കത് കേൾക്കാം. ഹെൽമെറ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇതിൻ്റെ മൗണ്ട് ഞാൻ ആമസോണിൽ വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിക്കർ പറിക്കാം. പെരുന്നാൾക്ക് പറിക്കാൻ വെച്ചിട്ടാണ് ഇത്ര നാളിത് ഞാൻ യൂസ് ആക്കാണ്ടിരുന്നത്. നാട്ടിൽ നിന്ന് മാത്രമുള്ളൊരു ടെസ്റ്റിങ് മാത്രം ചെയ്തിട്ടുണ്ടായിന്. അതിൻ്റെ വീഡിയോ കാണാനുള്ളവർക്ക് കഴിഞ്ഞ വീഡിയോയിൽ കാണാൻ ഗൈസ്. എന്ത് സുഖം ഗൈസ് പറിക്കാൻ. നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ സ്ട്രാപ്പ് കൂടിയും പറിക്കാനുണ്ട്. അത് വയ്യന പറിച്ചോളാം. ഫസ്റ്റ്
ആദ്യം ഞാൻ ഇത് ഇട്ട് നോക്കുമ്പോൾ ചെറുതായിട്ട് നമുക്ക് ശ്വാസം കിട്ടാത്തൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു, ബ്രീതിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഇട്ടാട് ഓക്കെ ആകുന്നതാണ് പറഞ്ഞിട്ടുണ്ടായത്. മഞ്ഞക്കുള്ള DB വാങ്ങിയത് നമുക്കിത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ഗൈസ്. അപ്പോൾ ഇനി മൊബൈൽ ഇതിനകത്ത് നോക്കണം. അപ്പോൾ നമുക്ക് പുളിമ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലം വരെ പോകാനുണ്ട് ഗൈസ്. എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ഇടൂ ഗൈസ്. ഓക്കെ, ഇത് കൂട്ടാൻ ചെറുതായിട്ട് പോകാം. ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഞാൻ പുളിമ്പാറ വരെ പോകണം. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്ന കാച്ചിങ്ങൾക്ക് ഞാൻ കാച്ചരാം. ഇനി ഞാൻ പറയുന്നത് ഇതും ബർഗേഴ്സ് എന്താ പറയുക. അപ്പോൾ നമുക്ക് പോകാം. അപ്പം വീഡിയോയിൽ ചെറുതായിട്ട് വൈബ്രേഷൻ ഉണ്ടാവും. ഓക്കെ ഗായ്സ്, മൊബൈൽ ഇങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. എങ്ങനെ നോക്കിച്ചും ആന്നില്ല ഗൈസ്. നമുക്ക് വെയിലച്ചല്ലി കാണാം. ഓക്കെ, എവിടെയാണ്? നമ്മളാക്കിയ ചിക്കൻ ബിരിയാണി ഹാപ്പി ഈദ്. ഗൈസ്, അങ്ങനെ ഹെൽമെറ്റ് വെക്കാൻ നോക്കി കഴിഞ്ഞിട്ട് അങ്ങനെ എൻ്റെ കസിൻ ഫ്രണ്ട് അങ്ങനെ വന്ന് ജോൻ്റെ പേരെ ചോർക്കണം അങ്ങനെ പോകുകയാണ്. അതിൻ്റെ വണ്ടി വീട്ടിൽ വെച്ചിട്ട് ഓൻ്റെ വണ്ടിയിൽ അങ്ങനെയാണ് ഞാൻ പോയത്. ഗൈസ്, അങ്ങനെ ചൊറുക്കള വന്നിട്ട് ഓരോ ബന്ധു വീട്ടിലിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഉമ്മാൻ്റെ ബന്ധു വീട്ടിലിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയും. അപ്പോൾ നമുക്ക് എല്ലാ വീഡിയോസും അങ്ങനെ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, ഇപ്പോൾ ഇതാ വേറെ ബന്ധു വീട്ടിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. ഗായ്സ്, അങ്ങനെ ഓരോ ബന്ധു വീട്ടിലങ്ങനെ കയറി ഇനി കയറാനല്ല ഇനി കാണാൻ പോകുന്നതും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നതും എൻ്റെ താറവാടാണ് ഗൈസ്. ഞാൻ പണ്ട് ഒരു 1.5-2 വയസ്സ് വരെ ഞാൻ നിന്ന് തറവാട്. അതിൻ്റെ മെമ്മറി പോലും ഒക്കെ ഇല്ല. എന്നാലും തറവാട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ. ഓക്കെ, 2 നില ആയിരുന്നു നമുക്കുണ്ടായത്. ഗൈസ്, ഇതാണ് തറവാട്. 2 നിലയായിരുന്നു നമുക്ക് തറവാട്. അപ്പോൾ ഇനി എന്താ പറയുക, മൊത്തത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് കാണിച്ചു തരാം. മൊത്തത്തിൽ പറയാനൊന്നുമില്ല. പുറത്ത് പണ്ട് എന്താ പറയുക, പണ്ട് പുറത്തായിരുന്നു ടോയ്ലറ്റ്. ഇത് ബാത്റൂമാണ്. ഇല്ലടാ, ബാത്റൂം പണ്ടാലത്ത് ഇങ്ങനെ അല്ലാണ്ട് ആ റൂം അറ്റാച്ച്ഡ് അല്ല. തറവാടിനെ ബാക്ക് ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ. പക്ഷെ പ്രേതം ഉണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാവും എന്നല്ല ഉമ്മ പറയുന്നത് കേട്ടിട്ടുണ്ടായി. ഞാൻ അന്നൊരു ദിവസം കയറി നോക്കിയിട്ടുണ്ടായിന്. വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിന്. പിന്നെ ഇവിടെ നിന്ന് വലിയ വരുന്നത് അത് കിണർ കേസ് എന്താ പറയുക, ഇതും നമ്മളെ സ്ഥലം ആയിരുന്നു. ഓക്കെ, പിന്നെ വേറെന്താ പറയുക. അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് പോകണോ, വീട്ടിൽ നിന്ന് നേരെ ഉപ്പാൻ്റെ വീട്ടിലേക്ക് പോകണോ. ഉപ്പാൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിട്ടില്ല. പെരുന്നാൾക്ക് പൊതുവെ എല്ലാവരും ഉപ്പാൻ്റെ വീട്ടിലേക്കാണ് പോകും. പക്ഷെ പറ്റിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ കാറിനുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനും പറ്റും ഗൈസ്. കാറിനോർ ഇപ്പോൾ ശ്രീകണ്ഠപുരത്തുള്ളത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു മിറർ വരുന്നുണ്ട് ഗൈസ്.
മിറർ അവിടെ ഇവിടെ ഇങ്ങനെ വാഷ് ബേസിൻസ് അങ്ങനെ വരുന്നത്. ബാത്റൂം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് അതായത് പഴയ ടൈപ്പ് ബാത്റൂം അതിൻ്റെ ഉള്ളിൽ അങ്ങനെ കണ്ടിട്ടുണ്ടായിട്ടില്ല. പൂമ്പാറ്റ എന്തോ പാറി പോകുന്നുണ്ട്. ഇതിൻ്റെ താക്കോല് കാറിന് പറഞ്ഞ ടൈമിലുള്ളത്. ആൻഡ് ഇതിൻ്റെ ഇതെല്ലാം പണ്ടത്തെ ഇത് ഗൈസ് ഫ്രെയിംസ് ഗൈസ് അങ്ങനെ ഗായ്സ് അങ്ങനെ കാറിനൂറിനെ കിട്ടിയിട്ടുണ്ട്. ഇതങ്ങനെ തറവാട്ടിനുള്ളിൽ കയറാൻ പറ്റിയ താക്കോല് കിട്ടി. എന്തെല്ലാം പഴയ സാധനങ്ങൾ. ഗായ്സ് ഇത് കിച്ചണാണ് ഗായ്സ്. പണ്ടത്തെ മോഡല് കിച്ചൺ ഇങ്ങനെ ആയിരുന്നു. എന്താ പറയുക, കാർണറാണെങ്കിൽ ഒച്ചക്കാൻ വിടുന്നില്ല, അത് വ്ളോഗ് എടുക്കാൻ വിടുന്നില്ല അങ്ങനെ. അതുകൊണ്ട് ഞാൻ ഒച്ചയില്ലാണ്ട് ജസ്റ്റ് വീഡിയോ മാത്രം എടുത്തിട്ടുണ്ട്. ഇതിൽ പഴയ സാധനങ്ങൾ, ഈ പഴയ ഹോളിക്സ് കുപ്പി ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഗൈസ്? അങ്ങനെ പണ്ട് ഗസ് പഴയ ഏരിയയിലാണ് ഗസ്. പണ്ട് ടി വിക്കലും സിഗ്നലെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടുള്ളേ, അതാണ് ഏരിയയിൽ ഗസ്. ഇത് നമ്മളെ തറവാട്. ഓക്കെ ഗസ്. ഇനി നേരെ ഞാൻ വീട്ടിലേക്ക് പോകുന്നു ഗസ്. ഞാൻ ഒരു റേഡിയോ കിട്ടിയിട്ടുണ്ട്, ഉമ്മാക്കൊരു സർപ്രൈസ് ഗസ്. ഗായ്സ് അങ്ങനെ തറവാട്ടിൽ നിന്ന് നേരെ എൻ്റെ വീട്ടിലേക്ക് പറ്റില്ല. അങ്ങനെ ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോൾ ഉമ്മ തന്നെ ലോലിപ്പോപ്പ് വിരുന്ന് വന്നപ്പോൾ കിട്ടിയതാണ് ഗൈസ്.